ലീവ് റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു 5 പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ സിസ്റ്റം ഉണ്ട്. ഒരു എംപ്ലോയിക്ക് ലീവ് ആണെങ്കിൽ അവരാദ്യം ജസ്റ്റ് ലീവ് അറിയിക്കുക. അത് മാനേജർ ഡയറക്റ്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ അവർക്ക് കോൾ ചെയ്തിട്ടോ വാട്സപ്പ് ത്രൂ ഒക്കെ അറിയിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻസ് അപ്ഡേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിസ്റ്റത്തിലൂടെ അപ്ഡേറ്റ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പോകുന്ന ലീവിൻ്റെ ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ആയിരിക്കാം. അപ്പോൾ അതിൽ എന്താണ് മാൻഡറ്ററി ആയിട്ട് വേണ്ടത്, റീസൺ എന്താണ്, എത്ര ദിവസത്തേക്കാണ് ലീവ്, എപ്പോഴാണ് ലീവ് എൻഡ് ചെയ്യുക, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള മാൻഡറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം അത് അപ്രൂവൽ മേടിക്കുക എന്നുള്ളതാണ്. ആർക്കാണോ കൊടുത്തിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ചെയ്യുക, അപ്രൂവൽ കിട്ടിയോ അത് റിജക്റ്റഡ് ആണോ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. അതായത് മാനേജറോ അല്ലെങ്കിൽ HR ഒക്കെ അത് അപ്രൂവ് ചെയ്യുക. നാലാമത്തെ കാര്യം വർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലീവ് ആണെങ്കിൽ നിങ്ങൾ ലീവ് എടുക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആർക്കാണ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നുണ്ടായിരിക്കാം. അഞ്ചാമത്തെ കാര്യം റീജോയിനിങ് അപ്ഡേറ്റ്. നിങ്ങൾ അങ്ങനെ ലീവൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ അത് HR-നെയോ അല്ലെങ്കിൽ മാനേജറോ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ 5 സിസ്റ്റം. ഈ 5 കാര്യങ്ങളുടെ ഒരു PDF ആവശ്യമായിട്ടുള്ളവർ ജസ്റ്റ് LP എന്നെന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ അയച്ചു തരാം. DM4 system implementation in your business.